ഹേ നിധി! ധ്രുവിന്റെ ശബ്ദം കേട്ട് അവൾ വേഗം അവൻ പോകുന്നിടത്തേക്ക് നോക്കി. പക്ഷേ ധ്രുവ് തിരിഞ്ഞു നടക്കുകയായിരുന്നു. അവിടെ നിന്നൊരു നോട്ടം പോലുമില്ല. അവൻ വിളിച്ചെന്ന് തോന്നിയതാണെന്ന് മനസ്സിലായി. അവൾ നെറ്റിയിൽ യാന്ത്രികമായി അടിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. നിവിയും ദക്ഷി ഒരുമിച്ച് പഠിക്കാൻ പോകും. രണ്ടാളും ഒരുമിച്ച് പോകുന്ന കൊണ്ട് ധ്രുവ് ഒരു സ്കൂട്ടി മേടിച്ചു. രണ്ടാളിപ്പോൾ അതിലാണ് പോയി വരുന്നത്. നിവി ഇപ്പോൾ ധ്രുവുമായി നന്നായി സംസാരിക്കാറുണ്ട്. എന്തെങ്കിലും അവൻ തുടക്കമിട്ട അവൾ അതിൽ കയറി തുടങ്ങും. പിന്നെ മണിക്കൂറുകൾ നീളും ആ കഥ പറച്ചില്. ഇപ്പോഴും ഡ്രസ്സ് ചൂസ് ചെയ്ത് കൊടുക്കുന്ന ധ്രുവാണ്. കുറച്ച് കുസൃതിയൊക്കെ ഉണ്ട് ഇപ്പോൾ ആൾക്ക്. പക്ഷെ ധ്രുവിനെ കണ്ട പഞ്ചപ്പാവ. മാള് ഏതോ ടൂറിന് പോയത് കൊണ്ട് കുറച്ച് ദിവസം അവളുടെ ശല്യം ഉണ്ടായിരുന്നില്ല. നിവിയൻ ദക്ഷി കോളേജിൽ പോയിട്ട് നേരെ സോഫയിൽ വന്നിരുന്നു. ബാഗ് സോഫയിൽ തന്നെ വെച്ചിട്ടുണ്ട്. രണ്ടാളും വന്ന് ഫ്രഷ് ആകാതെ ഇവിടെ തന്നെ ഇരിക്കുവാണോ? ഒരുപാട് ക്ഷീണിച്ചു പോയി. പോരാത്തിന് മുടിഞ്ഞ ട്രാഫിക്, പിന്നെ വെയില്. എങ്കിൽ എൻ്റെ മക്കൾ ഇവിടെ ഇരിക്കും, ഞാൻ പോയി ജ്യൂസ് എടുത്തിട്ട് വരാം. അമ്മേ, എനിക്ക് ജ്യൂസ് ഒന്നും വേണ്ടട്ടോ, എനിക്ക് ചോറ് മതി. ശരി, മക്കൾ പോയി ഫ്രഷ് ആയി വാ, ഞാൻ എടുത്തിട്ട് വെക്കാം. എനിക്കിനി ഫ്രഷ് ആകുമെന്ന് വയ്യ, അമ്മ ഒന്ന് വാരി തന്നാൽ മതി, കഴിച്ചിട്ട് ഫ്രഷ് ആകാം. കുഞ്ഞുങ്ങളെ പോലെ കെഞ്ചുന്ന നിവിയെ കണ്ട് അവർക്കൊരു പ്രത്യേക വാത്സല്യം തോന്നി. അപ്പൊ എനിക്കും. ദേവിയമ്മ സന്തോഷത്തോടെ അടുക്കളയിലേക്ക് പോയി ദക്ഷിയുടെ തോളിൽ തലവെച്ചു. നിവി TV കണ്ടിരുന്നു. നീ എന്ത് തീരുമാനിച്ചു? എന്ത്? ദേ പെണ്ണെ, കളിക്കല്ലേ. അഭി പറഞ്ഞാൽ ഞാൻ ചോദിച്ചത്. എടി, അവനെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്ര. ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന പരിചയമായിരുന്നെങ്കിലും അവൻ എന്നോട് കാണിക്കുന്ന അടുപ്പം ഫ്രണ്ട്ഷിപ്പാണെന്ന് കരുതിയാ ഞാൻ അവനെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി കണ്ടത്. പക്ഷേ അവനെന്നെ പ്രൊപ്പോസ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പം നോ തന്നെയല്ലേ? മാറ്റില്ലല്ലോ? ഇല്ല, ഒരു മാറ്റമില്ല. എൻ്റെ മനസ്സിലൊരാളെ ഉള്ളൂ, അന്നും ഇന്നും ഇനി എന്നും. അത് കേട്ട് നിവിയൊന്ന് ഞെട്ടിപ്പോയി. അവൾ മിഴിച്ച് അവളോട് ചോദിച്ചു, അതാരാ? അതൊക്കെ ഉണ്ട്, അതൊരടഞ്ഞ അധ്യായമാ, ആരും അറിയാതെ ഞാൻ മനസ്സിലടച്ചു വെച്ച അധ്യായം. നിനക്ക് ഞാനറിയാതെ രഹസ്യമുണ്ടോ ദക്ഷി? ദക്ഷിയാകെ വിളറി അവൾ നോക്കി. നിവിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിവി, അതങ്ങനെയല്ല, ഞാൻ തപ്പണ്ട. അപ്പോഴേക്കും ദേവിയമ്മ ആഹാരം കൊണ്ടുവന്നു. നിവിക്ക് കഴിക്കാൻ തോന്നിയില്ലെങ്കിലും ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് കഴിച്ചില്ല, അവർക്ക് വിഷമമാകില്ലേ എന്ന് കരുതി അവൾ കഴിച്ചു. ദക്ഷിയും അവരുടെ കയ്യിൽ നിന്നും കഴിച്ചു. പക്ഷെ നിവി മുഖം കൂർപ്പിച്ചിരിപ്പുണ്ട്. അപ്പോഴേക്കും പ്രിയമ്മയും മഹാദേവനും വന്നു. എന്നത്തെയും പോലെ അവർ ഹാളിലിരുന്ന് ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞു. പക്ഷേ ഇതിനോടകം ദക്ഷിക്ക് മനസ്സിലായി നിവിയോട് കാര്യം പറയാതെ രക്ഷയില്ലെന്ന്. കാര്യം പറഞ്ഞൊക്കെ ഇരുന്നിട്ട് നിവി റൂമിലേക്ക് പോയി. ഇനിയെങ്കിലും ഒന്ന് ഫ്രഷ് ആകണ്ടേ? ആള് ചെന്ന് ധ്രുവ് രാവിലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രസ്സ് കട്ടിൽ നിന്നെടുത്തു. എന്നിട്ട് അത് വേഗം തിരിച്ചു വെച്ചിട്ട് എന്തോ ആലോചിച്ച പോലെ കബോർഡ് തുറന്നു. ധ്രുവിൻ്റെ ബ്ലാക്ക് ഷർട്ട് പിന്നെ ഒരു ഷോർട്ട്സ് എടുത്തു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി ഫ്രഷായി വന്നു. അവൾ കണ്ണാടിയിൽ നോക്കി. ധ്രുവിൻ്റെ ഷർട്ടും ഷോർട്ട്സുമാണ് ഇട്ടേക്കുന്നത്. മുടി ടവൽ കൊണ്ട് മുകളിൽ കെട്ടിവെച്ചിട്ടുണ്ട്. കണ്ണാടിയിൽ നോക്കി അവൾ ഷർട്ടിൻ്റെ സ്ലീവ് മടക്കി കൈമുട്ടിൻ്റെ അടുത്ത് വെച്ചു. എന്നിട്ട് കോളറിൽ പിടിച്ചു, കഴുത്തിൽ മൂക്കടിപ്പിച്ചു, കണ്ണിൽ ഇറക്കി അടിച്ചു. അവൾ ആ ഷർട്ടിൻ്റെ ഗന്ധം മൂക്കിലേക്ക് വലിച്ചു കയറ്റി. എന്തോ അവനിലൊരു പ്രത്യേക ഗന്ധം അവളിലേക്ക് അലിഞ്ഞു ചേർന്നു. അവളുടെ മുഖം ചുവന്നു. ചുണ്ടിലെ പുഞ്ചിരി അവളുടെ മുഖത്തെ പ്രകാശിച്ചു. കണ്ണുകൾ അടച്ചു അവൾ വീണ്ടും വീണ്ടും ആ ഗന്ധം മൂക്കിലേക്ക് വലിച്ചു കയറ്റാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. ആ ഗന്ധം അവളിലേക്ക് ആദ്യത്തേക്കാൾ കൂടുതൽ ശക്തിയോടെ അലിഞ്ഞു. പഴയതിനേക്കാൾ ശക്തിയിൽ ആ ഗന്ധം അവളെ തഴുകിയപ്പോൾ അവൾ എന്തോ ഓർത്ത പോലെ വേഗം കണ്ണുകൾ വലിച്ചു തുറന്നു. മുന്നിൽ കൈകെട്ടി അവളെ തന്നെ നോക്കി നിൽക്കുന്ന ധ്രുവിനെ കണ്ട് അവളുടെ മുഖം വിളറിപ്പോയി. ആകെ എന്ത് പറയണമെന്നറിയാതെ അവൾ പതറിപ്പോയി. വേഗം അവൾ വാഷ്റൂമിലേക്ക് ഓടാൻ പോയതും ധ്രുവ് അവളെ അവനിലേക്ക് അടുപ്പിച്ചിരുന്നു. ആകെ ചമ്മി. അവൾക്ക് അവനെ നോക്കാൻ പോലും സാധിച്ചില്ല. അവൾ തലകുനിച്ച് തന്നെ നിന്നു. ഡി കള്ളി! അവൻ ആർദ്രമായി വിളിച്ചു. അവൾ കള്ളി എന്ന് കേട്ടതും നാണവുമെല്ലാം മറന്ന് അവനെ കൂർപ്പിച്ചു നോക്കി. എന്താടി കളി? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. അവൾ കൊച്ചു കുഞ്ഞിനെ പോലെ ചുണ്ട് കൂർപ്പിച്ച് പറഞ്ഞു, ഞാൻ കള്ളിയല്ല. ധ്രുവ് ഒരു കള്ളച്ചിലൂടെ അവളോട് ചോദിച്ചു, ഞാനില്ലാത്തപ്പോ എൻ്റെ ഷർട്ട് എടുത്തിട്ടാ നിന്നെ പിന്നെ ഞാൻ എന്താടി വിളിക്കണ്ടേ? നിവിയാകെ പതരാൻ തുടങ്ങി. സംഭവമെല്ലാം കൊളായല്ലോ. അത് പിന്നെ ഞാൻ വെറുതെ. ധ്രുവ് അവളുടെ ദേഹത്ത് നിന്ന് കൈയെടുത്തു. തലയിലിരിക്കുന്ന ടവൽ അയച്ചു. അവളുടെ തല നന്നായി തോർത്തി കൊടുക്കാൻ തുടങ്ങി. ഓ, എന്നിട്ട്? നിവി അവനെ നിഷ്കളങ്കമായി നോക്കി. ധ്രുവ് അവളെ കട്ടിലേക്കിരുത്തി വീണ്ടും തല തോർത്താൻ തുടങ്ങി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല തവണ, കുളിച്ചിട്ട് നന്നായി തല തോർത്തണമെന്ന്.
തല തുടയ്ക്കാതെ വെറുതെ ടവൽ കെട്ടി വെച്ചോളും തലയിൽ. നിവി തല കൊഞ്ച് തന്നെ ഇരുന്നു. ഡി അവൻ്റെ അലർച്ച കേട്ട് അവൾ അവനെ ഒന്നും തുറച്ചു നോക്കി. ഞാൻ ഇനിയും തുടയ്ക്കില്ല. വാട്ട്? എനിക്ക് എന്നും തുടച്ചു തന്നാൽ മതി. ധ്രുവ് അവളെ ഒന്ന് മിഴിച്ചു നോക്കി. അവൻ്റെ നോട്ടം കണ്ട് അവളുടെ മുഖം വീണ്ടും ചുവന്നു. അവൻ്റെ നോട്ടം സഹിക്കാൻ വയ്യെന്ന പോലെ അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. അവൻ്റെ വയറിലേക്ക് മുഖം താഴ്ത്തി. ധ്രുവ് പ്രതീക്ഷിക്കാത്ത നീക്കമായതുകൊണ്ട് അവനൊന്ന് അന്താളിച്ചു. അവന് ആകെ എന്ത് പറയണമെന്നറിയില്ല. നിവി അവനെ ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ഏട്ടാ നിവി! ദക്ഷയുടെ വാതിൽ കൊട്ടിയുള്ള വിളി കേട്ട് രണ്ടാളും വേഗാടർന്ന് മാറി. നിവി ഇടാനുള്ള ഡ്രസ്സ് കൊണ്ട് വേഗം വാഷ്റൂമിലോടി. ധ്രുവ് ചെന്ന് കതക് തുറന്നു. ഏട്ടാ നേരത്തെ വന്നുകൊണ്ട് എല്ലാവർക്കും കൂടി മൂവി കാണാൻ പോകാമെന്ന് പറഞ്ഞു അച്ഛൻ. എപ്പോഴാ? നൈറ്റ് ഷോ പോകാമെന്ന് പറഞ്ഞു. നിവേദ ഫ്രഷ് ആകുക. ദേവിയമ്മയോട് എല്ലാവർക്കും കോഫി സെറ്റ് ചെയ്യാൻ പറയും. നമ്മൾ ഒത്ത് താഴേക്ക് വരാം. ശരി ഏട്ടാ. 5 മിനിറ്റ് കഴിഞ്ഞ് നിവി പുറത്തേക്ക് വന്നു. ആകെ ചമ്മി നാറിയാണ് വരവ്. അവൾ അവനെ നോക്കാതെ കണ്ണാടിയിൽ നോക്കി. മുടി സഞ്ചി പിരികെട്ടി വെച്ചു. ഒരു പിങ്ക് ടീഷർട്ടും വൈറ്റ് പലാസ പാൻറ്റുമാണ് വേഷം. അവൾ കണ്ണാടിയിൽ നോക്കി. ഒരു കുഞ്ഞു കറുത്ത പൊട്ട് വെച്ചു. അപ്പോഴേക്കും ധ്രുവ് അവളെ പുറകിൽ നിന്ന് കെട്ടിപ്പുണർന്നു. അവൾ ആകെ അമ്പരന്ന് പോയി. ആദ്യമായാണ് അവൻ ഇങ്ങനെയൊക്കെ കെട്ടിപ്പുണരുന്നത്. അവളുടെ നനഞ്ഞ മുടി ഒതുക്കി അവളുടെ തോളിൽ അവൻ മുഖം പൂത്തിവെച്ചു. കണ്ണാടിയിലേക്ക് നോക്കി നിന്നു. അവളുടെ മുഖത്തിലെ ഭാവങ്ങൾ അവനിമ ചിമ്മാതെ നോക്കി നിന്ന് കണ്ണാടിയിലൂടെ. അവൻ അങ്ങനെ നിന്ന് തന്നെ മേശപ്പുറത്തിരുന്ന സിന്ദൂരപ്പെട്ടിയിൽ നിന്നും കുറച്ച് സിന്ദൂരം എടുത്ത് അവളുടെ നെറ്റിയിലേക്ക് ചാർത്തി. അവളുടെ കണ്ണുകൾ യാന്ത്രികമായി അടഞ്ഞു. അവളുടെ കൈകൾ കഴുത്തിലെ താലിയിൽ മുറുകി. ധ്രുവും നിവിയും താഴേക്ക് ചെന്നപ്പോൾ കോഫിയെല്ലാം സെറ്റാക്കിയിരുന്നു. നിവി ദക്ഷിയെ നോക്കാതെ ദേവിയമ്മയുടെ അടുത്തേക്ക് ചെന്നിരുന്നു. ധ്രുവ് എല്ലാവരുടെയും അടുത്ത് നിന്ന് കുറച്ച് മാറി ഒരു കസേര ഇട്ടിരുന്നു. എപ്പോഴാ മൂവിക്ക് പോണത്? ഏട്ടാ നമുക്ക് നൈറ്റ് ഷോ പോകാം. ഓക്കെ. പിന്നെ അവിടെ നടന്നത് ബിസിനസ് പരമായ ചർച്ചകളായിരുന്നു. നിവിക്കാകെ കിളി പറക്കുന്ന പോലെ തോന്നി. കാരണം അവൾക്കതൊന്നും അറിയില്ലല്ലോ. നിവി കോഫി കുടിക്കാൻ തുടങ്ങിയതും ധ്രുവ് എഴുന്നേറ്റ് വന്നു. അവളുടെ കയ്യിൽ നിന്ന് കോഫി മേടിച്ചു. പക്ഷെ അപ്പോഴും അവൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. നിവി മനസ്സിലാകാതെ അവനെ മിഴിച്ചു നോക്കി. മറ്റുള്ളവരും. അവൻ നേരെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് പോയി അവിടെ ഇരുന്ന പഞ്ചസാര കുപ്പിയിൽ നിന്നും 1/2 സ്പൂൺ പഞ്ചസാര എടുത്ത് കലക്കി. എന്നിട്ട് അവിടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. എല്ലാവരും അവനെ മിഴിച്ചു നോക്കി. ഷുഗർ നമ്മൾക്ക് ഓക്കെയാണ്, പക്ഷേ നിവേദ കുറച്ചുകൂടി മധുരമുള്ളതാണ് ഇഷ്ടം. എല്ലാവരും അവനെ മിഴിച്ചു നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞ് എല്ലാവരും പോകാൻ വേണ്ടി ഒരുങ്ങാൻ പോയി. അധികം വൈകാതെ തന്നെ എല്ലാവരും ഇറങ്ങി. ദേവിയമ്മയോട് കൂടെ വരാൻ പറഞ്ഞെങ്കിലും അവർ ചെന്നില്ല. ധ്രുവും നിവിയും ഒരു കാറിലാണ് പോയത്. ബാക്കി മൂവരും മറ്റൊരു കാറിൽ. നിവി എന്നത്തെയും പോലെ പുറത്തേക്ക് നോക്കിയിരുന്നു. പോയി തിരിച്ചു വന്നപ്പോൾ ഒരുപാട് വൈകി. തിയേറ്ററിൽ പോയെങ്കിലും ധ്രുവ് ഫോണിലായിരുന്നു. നിവി പോപ്കോൺ എല്ലാം കഴിച്ച് സിനിമയിൽ ലയിച്ചിരുന്നു. എല്ലാവരും പുറത്തുനിന്ന് കഴിച്ചുകൊണ്ട് തന്നെ നിവി ബോധമില്ലാതെ കിടന്നുറങ്ങി. ധ്രുവ് ബാൽക്കണിയിൽ നിന്നും തിരിച്ചു വന്നപ്പോൾ കണ്ടത് നിവി കാലയ്ക്ക് നീട്ടി കട്ടിൽ നിറഞ്ഞു കിടക്കുന്നതാണ്. ധ്രുവിനത് കണ്ട് ചിരിയാണ് വന്നത്. ധ്രുവ് അറിയാതെ നോക്കി നിന്ന് പോയി. മുഖം മാത്രം കാണാം. ആ കുഞ്ഞു മുഖം അവൻ നോക്കി നിന്നു. അവൻ പതി അവളുടെ കൈയും കാലും പിടിച്ച് നേരെ വെച്ചു. എന്നിട്ട് പതുക്കെ അവളുടെ അടുത്തായി കിടന്നു. അവളുടെ ചുവന്ന് വിരിഞ്ഞ അതരങ്ങൾ അവൻ നോക്കിയിരുന്നു. അവൻ പതുക്കെ അവൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ കവിളിൽ തൊട്ടു. ഒരു കള്ളച്ചിരിയോടെ അവൻ അവളുടെ മൂക്കിലേക്ക് കടിച്ചു. അവൾ വേദന കൊണ്ട് പുളഞ്ഞു ചാടി എഴുന്നേറ്റതും ധ്രുവ് വേഗം ഉറങ്ങുന്ന പോലെ കിടന്നു. നിവി ഉറക്കപ്പിച്ചില്ലെന്ന പോലെ മൂക്കിൽ പിടിച്ചു എരിവ് വലിച്ചു. അവൾ ധ്രുവിനെ നോക്കി. അവൻ ഉറക്കമാണെന്ന് മനസ്സിലായി. അവളിന് തലയ്ക്ക് കൊട്ടിയിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി കിടന്നു. പതുക്കെ അവൾ അവൻ്റെ മീശയിൽ പിടിച്ചു മീശ പിരിച്ചു വെച്ചു. എന്നിട്ട് കുഞ്ഞു പിള്ളേർക്ക് കരിയൊക്കെ വരച്ചു കൊടുക്കുന്ന പോലെ അവൻ്റെ പുരികത്ത് വെറുതെ ചൂണ്ടുവിരൽ ഓടിച്ചു. പതുക്കെ അവൾ അവൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി നീങ്ങി. പതിയെ അവൾ അവൻ്റെ മുഖത്തേക്ക് ഊതി. അവൾ തലയൊന്ന് പൊക്കി അവൻ്റെ നെറ്റിയിൽ മൃദുവായി ചുണ്ടുകൾ ചേർത്തു. ധ്രുവിൻ്റെ നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടായിരുന്നു. അവളുടെ ശ്വാസം അവനാകെ പൊള്ളിച്ചു. കണ്ണ് തുറക്കണമെന്നുണ്ടെങ്കിലും അവളുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന മനസ്സ് അതിന് സമ്മതിച്ചില്ല. നിവി അവനെ തന്നെ നോക്കിക്കിടന്നു. ധ്രുവിനാകെ ഒരു വെപ്രാളമായിരുന്നു. പെണ്ണ് കയറി ഉമ്മ വയ്ക്കുന്ന പ്രതീക്ഷയില്ല. നിവി വീണ്ടും അവൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി ചേർന്നു. അവളുടെ ദേഹം അവനിലേക്ക് തട്ടിയപ്പോൾ അവനാകെ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു. എന്തോ അവളുടെ ഗന്ധം അവനെ വിവശനാക്കുന്നുണ്ടായിരുന്നു. താളബോധമില്ലാത്ത നെഞ്ചിടിപ്പ് അവൻ അസഹനീയത ഉണ്ടാക്കി. ധ്രുവ് വേഗം കണ്ണുകൾ വലിച്ചു തുറന്നു. നിവി ഒന്ന് ഞെട്ടി അവനെ നോക്കി. ധ്രുവ് അവളൊന്ന് കൂർപ്പിച്ച് നോക്കി. നിവി ആകെ ആശയക്കുഴപ്പത്തിലായി.
ഉമ്മ വെച്ചതറിഞ്ഞു. അതോ ഇപ്പം എണീറ്റതുള്ളൂ. അവൾക്കാകെ ഒന്നും മനസ്സിലായില്ല. അവളൊരു പ്രത്യേക ഭാവത്തിൽ നോക്കിപ്പോയി. നിവേദ്യ. ധ്രുവ അവളെ ഗൗരവത്തിൽ തന്നെ വിളിച്ചു. നിവി വേഗം തല കുനിച്ച് കിടന്നു. നീ ഉറങ്ങിയില്ലേ? ആ, ഞാൻ ഉറങ്ങി. നീ എൻ്റെ നെഞ്ചത്ത് കയറിയാണ് ഉറങ്ങുന്നേ. നിവി സംശയത്തോടെ അവനെ നോക്കി. അല്ല, കിടന്നപ്പോൾ അങ്ങേറ്റായിരുന്നു. ഇപ്പത്തെ എന്നെ കട്ടിലിൻ്റെ അങ്ങേറ്റത്താക്കി. ഇനി എൻ്റെ നെഞ്ചത്ത് മാത്രമേ സ്ഥലമുള്ളൂ. വന്നിപ്പോ എനിക്ക് കിടക്കാൻ സ്ഥലമില്ല. നിവേദ്യാകെ വിളറിപ്പോയി. നിവി വേഗം തിരിഞ്ഞു കിടന്നു. ധ്രുവ അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. ആ രാത്രി രണ്ടുപേരുടെ ഹൃദയം താളബോധമില്ലാതെ ഇടിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവരുടെ വീടിൻ്റെ മറുവശത്ത് അന്ന് രാത്രി തന്നെ മഹി താമസത്തിന് വന്നിരുന്നു. രാവിലെ തന്നെ ജോഗിങ്ങൊക്കെ കഴിഞ്ഞു വന്നു കോളേജിൽ പോകാൻ ഇറങ്ങി നിവിയും ദക്ഷയും സ്കൂട്ടിയിൽ പോയി. ധ്രുവ അതിന് മുന്നേ തന്നെ പോയിരുന്നു. കോളേജിൽ പോയപ്പോൾ തന്നെ മഹി അവരെ കാത്തുന്ന പോലെ ഗേറ്റിന് പുറത്തുണ്ടായിരുന്നു. ദക്ഷി നിവി അവനെ കണ്ടൊരുപോലെ ഞെട്ടി. പക്ഷെ ദക്ഷിക്ക് അവനെ കണ്ടൊരു പുച്ഛച്ചിരിയാണ് വന്നത്. നിവിയുടെ മനസ്സിൽ ഒരിക്കലും ഓർക്കണ്ടെന്ന് കരുതിയ പല സംഭവങ്ങളും കടന്നു കയറി അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. പക്ഷേ ദക്ഷി വണ്ടി നിർത്താതെ കോളേജിന് അകത്തേക്ക് വണ്ടി ഓടിച്ച് കയറി. മഹി അത് പുറത്തുനിന്ന് തന്നെ നോക്കി നിന്നു. നിവിയുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ക്ലാസ്സിൽ കയറാതെ രണ്ടാളും ഗ്രൗണ്ടിൽ തന്നെ ഇരുന്നു. ഒഴുകിയിറങ്ങുന്ന കണ്ണുകൾ ദക്ഷിയെ ദേഷ്യം പിടിപ്പിച്ചെങ്കിലും നിവിയുടെ അവസ്ഥ മാനിച്ച് അവൾ മിണ്ടാതെ നിന്നു. എനിക്ക് കാണണം. ഗേറ്റിന് വെളിയിൽ തന്നെ കാണും. പോയി കണ്ടിട്ട് വാ. ഞാൻ വരുന്നില്ല. നിനക്ക് വേണമെങ്കിൽ പോയി കാണാം. ഇഷ്ടക്കേട് വെച്ച് തന്നെ ദക്ഷി പറഞ്ഞു. എനിക്ക് നിന്റെ ചേട്ടനെ കാണണം. ദക്ഷിയുടെ കണ്ണുകൾ വിടർന്നു. എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അവൾക്ക്. മഹിയെ കാണുന്ന കാര്യമാകും പറഞ്ഞതെന്ന് അവൾ കരുതിയത്. പക്ഷെ ധ്രുവിനാണെന്നറിഞ്ഞപ്പോൾ അവൾക്ക് വലിയ സന്തോഷം തോന്നി. കൊച്ചു കുഞ്ഞിനെ പോലെ ചുണ്ട് കൂർപ്പിച്ച് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ ചുവന്ന തൊടുത്തൊക്കെ അവളോട് പറയുന്ന നിവിയെ ദക്ഷി മേടിച്ചു നോക്കി. ദക്ഷി കാണണം. അപ്പോഴേക്ക് മേങ്ങലടിച്ച് അവൾ പറഞ്ഞത്, നിനക്ക് കാണണമെങ്കിൽ നീ വിളിക്കണം, അല്ലാതെ എന്നോട് പറയുന്നത് എന്തിനാ? പ്ലീസ് ദക്ഷി. ദക്ഷി ചിരി കടിച്ച് പിടിച്ച് ഫോണിട്ട് ധ്രുവിനെ വിളിച്ചു. ഹലോ, ഏട്ടൻ എവിടെയാ? ഡ്യൂട്ടിയിലാ മോളെ. എന്താ കാര്യം? ഇവിടെ ഒരാൾ ചേട്ടനെ കാണുമെന്ന് പറഞ്ഞ് കൊച്ചുങ്ങളെ പോലെ കരയുന്നുണ്ട്. വാട്ട്? എന്തിനാ അവൾ കരയുന്നേ? ധ്രുവിൻ്റെ മുഖഭാവം വേഗം മാറി. അവൻ്റെ മുഖം പരിഭ്രമത്താൽ നിറഞ്ഞു. ഏട്ടനെ കാണാൻ? വാട്ട്? അതേട്ടാ. പറയുന്നതിന് മുന്നേ തന്നെ കോൾ കട്ടായിരുന്നു. ഏട്ടൻ വരലെന്ന് തോന്നി. കോൾ കട്ടായിപ്പോയി. നിവിയുടെ മുഖം നന്നായി വീർത്തു. വീണ്ടും കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദക്ഷി ചിരി കടിച്ച് പിടിച്ചു. പക്ഷെ അപ്പോഴേക്കും മഹി കോളേജിനകത്തേക്ക് വന്നിരുന്നു. ദൂരെ ഇരിക്കുന്ന നിവിയെ കണ്ട് മഹിയുടെ കാലുകളുടെ ചലനം വേഗത്തിലായി. അവളോടുള്ള ദൂരം വളരെ വലുതാണെന്ന് അവന് തോന്നി. നിവി ധ്രുവ് വരില്ലെന്നോർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു. മഹി അവളുടെ അടുത്തേക്ക് ചെന്നു. അവളെ ചേർത്ത് പിടിക്കണം, അവളെ കൂടെ കൂട്ടണം, നാട്ടിൽ കൊണ്ടുപോകണമെന്നൊക്കെ ആ നിമിഷങ്ങൾ ചിന്തിച്ചു കൂട്ടി. പക്ഷെ അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്ന അവനെ മറികടന്ന് ധ്രുവിൻ്റെ ബുള്ളറ്റ് മുന്നിലോട്ട് കുതിച്ചു. മഹി വേഗം അടുത്ത് കിടന്ന കാറിൻ്റെ മറുവശത്തൊളിച്ചു. മഹിക്ക് എന്തെന്നില്ലാത്ത അമർഷം തോന്നി. അന്ന് ആദ്യമായി അവൻ അങ്ങേറ്റ ഒരു സോർത്തനായി മാറുകയായിരുന്നു. ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ട് നിവി തിരിഞ്ഞു നോക്കി. ധ്രുവാണെന്ന് കണ്ടതും അവൾ ചാടി എഴുന്നേറ്റു. അങ്ങോട്ടേക്ക് ഓടി. അവളുടെ ഓട്ടം കണ്ടപ്പോഴേ ധ്രുവ് വേഗം വണ്ടി നിർത്തി സ്റ്റാൻഡിട്ട് വണ്ടിയിൽ നിന്നിറങ്ങി. അപ്പോഴേക്കും നിവി അവൻ്റെ അടുത്തെത്തിയിരുന്നു. എന്തോ വന്നിടിച്ച് നിൽക്കുന്ന പോലെ അവൻ പോലും പ്രതീക്ഷിക്കാതെ നിവി അവനെ മുറുകെ കെട്ടിപ്പുണർന്നു. അവൻ്റെ മുതുകിൽ അവൾ അള്ളിപ്പിടിച്ചു. അവളുടെ കണ്ണുനീർ അവൻ്റെ ഷർട്ടിൽ നനയിച്ചു. എന്തെന്നും മനസ്സിലായില്ലെങ്കിലും ധ്രുവ അവളെ മുറുകെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. എന്തു പറ്റി? നിവി പക്ഷെ അതൊന്നും കേട്ടില്ല. കരയുന്ന തിരക്കായിരുന്നു. ദക്ഷി അപ്പോഴാണ് അവളുടെ അടുത്ത് നടന്നെത്തിയത്. ആ മഹി രാവിലെ പുറത്തു നിൽക്കുന്ന കണ്ടു. എന്നിട്ട് അവൻ്റെ മുഖം വേഗം മാറി. പരിഭ്രമത്തിൽ നിന്ന് ദേഷ്യത്തിലേക്ക് മാറി. അപ്പം തൊട്ട് കരയുക, ചേട്ടനെ കാണുമെന്ന് പറഞ്ഞു. ധ്രുവാകെ സമനില തെറ്റുന്ന പോലെ തോന്നി. നിവി അപ്പോഴും അള്ളിപ്പിടിച്ച് കരയുന്ന തിരക്കിലായിരുന്നു. ധ്രുവിൻ്റെ അലർച്ച കേട്ടും നിവി വേഗം അവനിൽ നിന്നും അകന്നു മാറി അവനെ പേടിയോടെ നോക്കി. ധ്രുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. കഴുത്തിലെ ഞരമ്പുകൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. നിവിക്ക് എന്തോ ഭയം തോന്നി. എന്തിനടി കരയുന്നേ? നിന്നെ കെട്ടിയവൻ ചത്തോ? അവൻ്റെ അലറിയുള്ള ചോദ്യം അവളുടെ മനസ്സിലൊരു അമ്പായി ചെന്ന് പതിച്ചു. നിവി വേഗം തലകുനിച്ചു. നിവേദ്യ. ധ്രുവ ഒരു ശാസനയോടെയാണ് വിളിച്ചത്. നിവി വേഗം തലനൂത്ത് അവനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് നിവേദ്യ. അവൻ വീണ്ടും അലറിയപ്പോൾ അവൾ വേഗം മുഖം തുടച്ചു. ധ്രുവ് ബുള്ളറ്റിൽ കയറി പോകാൻ എന്നോണം വണ്ടി സ്റ്റാർട്ട് ചെയ്തു.